കവിതയുടെ കൂടെ ആരെങ്കിലും വേണ്ടതായിരുന്നു. വിളിച്ചിട്ട് കൂടെ വരാതിരുന്ന പിന്നെ എന്ത് ചെയ്യാനാ? കുട്ടികളാണെങ്കിൽ വിളിച്ചോണ്ട് വരായിരുന്നു. മാണിക്യമംഗലത്തുകാര് നമുക്ക് തിരിച്ചടി തന്നതാ. ഇതൊക്കെ ദക്ഷയും കവിതയും ചേർന്നുള്ള നാടകമായിരുന്നെന്നാ എനിക്ക് തോന്നുന്നത്. ഇതാണോ നാടകം? കവിത തനി സ്വഭാവം പുറത്തു കാണിച്ചു. നാടകമൊന്നും അല്ല മുത്തശ്ശി, അപ്പച്ചി നടപ്പിൽ വരുത്താൻ പോകുന്ന പ്ലാനിനെ പറ്റിയാ ആ വക്കീലിനോട് പറഞ്ഞത്. ഇളയമേനി ഇങ്ങോട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു തോന്നലും വേണ്ട, കവിതച്ച് വന്നു. ഇനിയൊരു സംസാരവും വേണ്ട. നിൽക്കവിടെ. എല്ലാവരെയും നാണം കെടുത്തി അവമാനിച്ചിട്ട് നീ എവിടേക്കാ പോകുന്നത്? മാണിക്യമംഗലത്തുകാരുടെ മുന്നിൽ മംഗലശ്ശേരിക്കാരെ ഒന്നടങ്കം കൊണ്ട് നിർത്തി നീ നാണം കെടുത്തിയില്ലേ? ഞാനാണോ അത് ചെയ്തത്? നീ അല്ലാതെ പിന്നെ ആരാടി? ഞാൻ എന്തെങ്കിലും പറഞ്ഞതായി നിങ്ങൾ ആരെങ്കിലും കേട്ടോ? ഏതോ ഒരു വക്കീലിനെ ഭീഷണിപ്പെടുത്തി ഒരു കഥ പറയിച്ചാൽ അത് സത്യമാവോ? ദിനേശനും പിന്നെ ഇവളും കൂടെ ചേർന്നല്ലേ അത് ചെയ്യിച്ചത്? അമ്മൂനെ എങ്ങനെ അതിന് കൂട്ടുപിടിക്കാനാവും കവിത? കഥ അറിയാതെ വേഷം കെട്ടി ആടുന്നവളായി ശ്രീദേവി. പ്ലീസ് മിണ്ടാതിരിക്കെ. അഡ്വക്കേറ്റ് പറഞ്ഞതൊക്കെ സത്യമാ. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അയാളോട് ചോദിച്ചു നോക്കാം. ഞാനൊരു വക്കീലിനെ ഭീഷണിപ്പെടുത്തി പറഞ്ഞു എന്നാ കവിത ആരോപിക്കുന്നത്. അത് നിയമം പഠിച്ചവനോട്. ഇനി മംഗലശ്ശേരിയിൽ നീ ഉണ്ടാവാൻ പാടില്ല. നിനക്ക് അവിടെ നിന്നിറങ്ങാം.
നിന്റേതായിട്ടുള്ളതെല്ലാം എടുത്തോണ്ട് എന്റെ വീട് ഒഴിഞ്ഞു തരണം. അതിപ്പ വേണം. പറഞ്ഞത് കേട്ടില്ലേ? ഇറങ്ങി പോടി. വേണ്ട മുത്തശ്ശ, അങ്ങനെയൊന്നും പറയരുത്. കവിത ചേച്ചി ഇറക്കി വിടരുത്. ഇനി ഇവളെ ഇവിടെ വെച്ച് വഴിക്കാൻ പറ്റില്ല. മുത്തശ്ശൻ കവിതച്ചോട് ക്ഷമിക്കണം. ഈ വീട്ടിൽ നിന്ന് ആരും പുറത്താക്കരുത് മുത്തശ്ശ. നീ കുറെ ദ്രോഹിച്ചിട്ടും ഇവള് പറയുന്നത് കേട്ടില്ലേ? ഇനി എന്നാടി നീ ഒരു സ്ത്രീയാവുന്നത്? ചേച്ചി, ചേച്ചി ഒന്ന്, ചേച്ചി. എനിക്ക് സംസാരിക്കാനൊന്നുമില്ല. നീ പോക്കോ. വാ. വാ അമ്മേ, വാ. വിഷമിക്കാതമ്മേ. ഇനിയിപ്പൊ ഞാൻ ഈ വീട്ടിൽ നിൽക്കുന്നത് വലിഞ്ഞു കയറി വന്നൊരു പെണ്ണിന്റെ ഔദാര്യത്തിലാണല്ലോ. ശ്ശോ, ഈ അപമാനം എനിക്ക് സഹിക്കാൻ പറ്റില്ല. എന്ത് വില കൊടുത്തും അമ്മൂനെ ഞാൻ ഈ വീടിന്റെ പടിയിറക്കും. തെരുവിലിട്ട് പേ പിടിച്ച പട്ടിയെ പോലെ അവളെ ഞാൻ തീർത്തിരിക്കും. അവള് മംഗലശ്ശേരിയിലെ ചോരയാണെന്ന് ഞാൻ ഏട്ടനോട് പറഞ്ഞതാ. വിവാഹം കഴിഞ്ഞ് അവൾ എന്നെ തീർത്താ പിന്നെ എല്ലാത്തിനും അവകാശം അവളായി തീരില്ലേ? വിഷപ്പാമ്പിനെയാണല്ലോ ഇത്രയും നാള് ഞാൻ മനസ്സിൽ കൊണ്ട് കിടന്നത്. ആ വിഷപ്പാമ്പ് തന്നെ. അവളെ എത്ര നാൾ ഒഴിച്ചു നിർത്താൻ പറ്റും ഏട്ടന്? ഏട്ടൻ ഫോൺ കട്ട് ചെയ്യരുതായിരുന്നു. അവക്ക് എന്താ പറയാനുള്ളേന്ന് കേക്കണ്ടേ? ദേ, അവളുടെ ശബ്ദം പോലും എനിക്ക് കേൾക്കണ്ട. കവിത തന്നെ ആവും. ഏട്ടൻ ഫോൺ എടുക്ക്. ഇനി നിനക്ക് എന്താണ് എന്നോട് പറയാനുള്ളത്? ഗൗതത്തിന് എന്നെയാണോ വിശ്വാസം? വേറെ ഏതോ മദ്യപാനിയായ വക്കീലിനാണോ? അയാളെ ഉപദ്രവിച്ച് പറഞ്ഞു കൊടുത്തത് ആവർത്തിച്ചതാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി പോലും ഇല്ലാതെ പോയോ? അയാള് പേരെടുത്തൊരു വക്കീലായതുകൊണ്ടാ ഞാൻ വിശ്വസിച്ചത്. അത് മാത്രമല്ല, കിച്ചന്റെ അമ്മയെ ബന്ദിയാക്കി നീ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തത് മറന്നുകളയണ്ട. അതും മംഗലശ്ശേരിയിലുള്ളവരെ കണ്ടിരുന്നെങ്കിൽ അമ്മു സഞ്ജുവിന്റെ ഭാര്യയാണെന്ന് വിശ്വസിക്കുന്നല്ലേ നീ പറഞ്ഞത്? ആ, അതുപോലെ ഞാനും അതങ്ങ് വിശ്വസിച്ചൊന്ന് നീ കൂട്ടിക്ക്. ഗൗതം, ആ ദിനേശിനും അമ്മും കൂടെ ചേർന്നുള്ള ഒത്തകളിയത്. ഗൗതം, ഇതൊന്നും വിശ്വസിക്കരുത് പ്ലീസ്. അമ്മൂനെ നിന്റെ വാക്കുകേട്ട് കുറെ ദ്രോഹിച്ചവനാ ഞാൻ. പല വട്ടം അവളെ കൊന്നുകളയാൻ പോലും ഞാൻ ശ്രമിച്ചു.
എന്നിട്ട് അവള് മാലാഖയെ പോലെ വന്ന് നിന്റെ കയ്യിൽ നിന്ന് എന്റെ ജീവൻ രക്ഷിച്ചു. എന്റെ മാത്രമല്ല, എന്റെ അമ്മയുടെയും ജീവനും ജീവിതവും രക്ഷിച്ചത് അവളാ. ഇനി മുതല് അമ്മ എനിക്ക് എന്റെ മോളെ പോലെയാ. അവളെപ്പറ്റി നീ എന്തെങ്കിലും പറഞ്ഞ നിന്റെ നാവ് ഞാൻ പിഴുതെടുക്കും. നിങ്ങളോട് എനിക്ക് സഹതാപ തോന്നുന്നു. എന്നെ താലി കെട്ടിയ പുരുഷനെ ഞാൻ എന്തിനാ കൊല്ലുന്നേ? അതെങ്കില് നിങ്ങളൊന്ന് ഓർത്തു നോക്ക്. നിനക്ക് വേണ്ടത് ഭർത്താവിനെ അല്ല, ഒരു മനുഷ്യന്റെയും താഴെ നീ നിൽക്കില്ല. നിനക്ക് ഭർത്താവിനെ വേണമായിരുന്നെങ്കിൽ നീ ഞാൻ എന്നെ ഒന്നിച്ച് ജീവിച്ചേനെ. സ്വന്തം സഹോദരനെ കൊല്ലാൻ മനസ്സ് വന്ന നിനക്ക് എന്നെ കൊല്ലാനാണോ മനസ്സ് വരാത്തത്? ദേ, എല്ലാം ഇതോടെ അവസാനിച്ചു. എനിക്ക് എന്റെ വഴി, നിനക്ക് നിന്റെ വഴി. ഗൗതം, ഹലോ. ഏട്ടന് അവളെ അങ്ങനെ ഒഴിവാക്കാനൊന്നും പറ്റില്ല. ഞാൻ ഒഴിവാക്കിയതല്ലേ? ഇന്ന് നടക്കാനിരുന്നത് മംഗലശ്ശേരിക്കാരെയും നാട്ടുകാരെയും വിശ്വസിപ്പിക്കാൻ നടത്തുന്ന ഒരു ചടങ്ങ് മാത്രം. നിയമപരമായി നിങ്ങൾ വിവാഹിതരാ. കവിത നിയമ നടപടിക്ക് തുനിഞ്ഞാൽ ഏട്ടന് വലിയ വില കൊടുക്കേണ്ടി വരും. എന്ത് വിലയാ ഞാൻ കൊടുക്കേണ്ടത്? ജീവനാംശമോ? ഗൗതത്തിനെ ഒന്ന് തൊടാൻ പോലും കിട്ടിയിട്ട് വേണ്ടേ? ദേ, സ്വന്തമായിട്ടൊരു മേൽവിലാസം പോലും എനിക്കില്ല. അവളെ അനുഭവിപ്പിച്ചിട്ട് ഞാൻ പോവും. വിശ്വാസവഞ്ചനയോളം വലിയ വഞ്ചന വേറെ ഇല്ല. ആരാ ഏട്ടാ? കവിതയാ വന്നിരിക്കുന്നത്. ഗൗതമന്റെ ഭാര്യയായി വന്നു കയറേണ്ട എനിക്ക് ഈ അവസ്ഥ വന്നല്ലോ. ഇവളെന്ത് ധൈര്യത്തിലാ ഇവിടെ കയറി വന്നത്? അവള് കാണിച്ച ധൈര്യം എന്താണെന്ന് ഏട്ടനോട് ഞാൻ പറഞ്ഞതല്ലേ. ഗൗതം, അവളെ നീ സ്വീകരിക്കരുത്. നിന്റെ ജീവനെടുത്ത് നമുക്കുള്ളതെല്ലാം കൈക്കലാക്കാനാ അവള് നിന്റെ പിന്നാലെ കൂടിയിരിക്കുന്നത്. നിക്കടി അവിടെ. നാണോ മാനോ ഇല്ലാത്തവളെ, നീ വീണ്ടും എന്തിനാണ് ഇങ്ങോട്ട് കയറി വന്നത്? നിന്നെ ഞങ്ങൾക്ക് വേണ്ടെന്ന് വെച്ചിട്ടല്ലേടി കതിർ മണ്ഡപത്തിൽ നിന്ന് എന്റെ മോനെ ഇറങ്ങി വന്നത്? എന്നിട്ട് നീ ഇങ്ങോട്ട് കയറി വന്നിരിക്കുന്നോ? ഇറങ്ങിപ്പോടി. മംഗലശ്ശേരിക്കാരെ ഞങ്ങളുടെ ആജന്മ ശത്രുക്കളാ. നിങ്ങളുടെ മോൻ 4 ആളുടെ മുന്നിൽ വെച്ച് ഇന്ന് എന്റെ കഴുത്തിൽ താലി കെട്ടിയില്ല എന്നേ ഉള്ളൂ. ഇത് കണ്ടോ? വർഷങ്ങൾക്ക് മുൻപ് നിങ്ങളുടെ ഈ നിൽക്കുന്ന മകൻ എന്റെ കഴുത്തിൽ കെട്ടിയ താലിമാലയേത്? അല്ലെന്ന് നിങ്ങക്ക് പറയാൻ പറ്റുമോ ഗൗതം? എങ്കിൽ ഞാൻ തെളിയിച്ചു തരാം. ഞാൻ ഗൗതത്തിന്റെ ഭാര്യ.
അതിന് നീ ക്ഷേത്രത്തിൽ വെച്ചൊരു കല്യാണ നാടകത്തിന്റെ കാര്യമൊന്നും എനിക്കില്ല. എന്റെയും ഗൗതത്തിന്റെയും കല്യാണം കഴിഞ്ഞതിന്റെ തെളിവ് എന്റെ കയ്യിലുണ്ട്. മാരേജ് സർട്ടിഫിക്കറ്റ്. എനിക്ക് എന്റെ വീട്ടിൽ സ്ഥാനമില്ലാതായിരിക്കുന്നു. എനിക്ക് പോകാൻ മറ്റൊരിടം ഇല്ല. എന്റെ ഭർത്താവ് എവിടെയാണോ അവിടെ ആയിരിക്കും ഇനിയുള്ള കാലം ഞാൻ ഉണ്ടാവുക. എന്നെ തടയാൻ ആർക്കാ കഴിയുന്നേ? നിങ്ങൾക്കോ അതോ ഗൗരിക്കോ? പെണ്ണിറങ്ങി പുറപ്പെട്ടാൽ ഒരാൾക്കും തടയാനാവില്ല. തടഞ്ഞ വിവരം അറിയും. നീ നിന്നെ ഞങ്ങൾ ഇവിടെ വെച്ച് വഴിക്കില്ലടി. മനുഷ്യന്റെ ചോര ഊറ്റി കുടിക്കുന്ന രക്തരക്ഷസ നീ. ഇറങ്ങിപ്പോടി. പോകാം. ഇത് ഗൗരിയുടെ വീടാണെന്നും അറിയാം. ഞാൻ പോകുന്നത് ഗൗതത്തിന്റെ കൂടെയാണെന്ന് മാത്രം. നീ എന്റെ മോൻ ഗിരിയെ വലയിൽ വീഴ്ത്തി അന്ന് തുടങ്ങിയതാടി എന്റെ കുടുംബത്തിന്റെ നാശം. ഞങ്ങൾക്ക് ഈ ഗതി വരാനുള്ള കാരണം നീ ഒറ്റ ഒരുത്തിയ. ഞാൻ ചൂലെടുക്കണ്ടെങ്കിൽ കടന്നു പോടി. ഗൗരിക്കെന്താ ഒന്നും പറയാനില്ലേ? പറയാനല്ല, പ്രവർത്തിക്കാൻ പോകുന്നത് ഞാനാ. നിന്റെ കഴുത്തിൽ ഞാൻ താലി കെട്ടിയത് നിന്നോടുള്ള പ്രേമം കൊണ്ടൊന്നുമല്ല. മംഗലശ്ശേരിക്കാരെ ഒന്നൊന്നായി കൊന്നൊടുക്കാനാ. എനിക്ക് ഈ ഭൂമിയിൽ സ്വന്തമെന്ന് പറയാൻ ഒന്നുമില്ലടി. ഗൗത ഇവിടെ മുങ്ങിയാ പൊങ്ങുന്നത് മറ്റൊരിടത്താ. ഈ ഒരു താലിയുടെ പേരിൽ നിനക്കെന്നെ എന്ത് ചെയ്യാനാവും? നിന്ന് പ്രസംഗിക്കാതെ പിടിച്ചു പുറത്തു കളയടാ ഈ അസുര ജന്മത്തെ. തൊട്ടു പോരു തന്നെ. നിന്നെ എടുത്ത് പുറത്തു കളയാനാ ഞാൻ പോകുന്നത്. ഇറങ്ങി പോടി ഇവിടുന്ന്. നിനക്കെന്താ ഇവിടെ കാര്യം? സ്വന്തം വീട്ടുകാർക്ക് വേണ്ടാത്തവളെ നമുക്കെന്തിനു വേണം? പോടി. ഇറങ്ങടി അങ്ങോട്ട്. ഗൗതം പോടി. നിനക്കെന്താ ഒരു സ്വരം മാറ്റം? ഞാൻ അവളുടെ കഴുത്തിൽ താലി കെട്ടിയത് എനിക്കൊരു കുരുക്കായെന്നാണോ നീ കരുതുന്നത്? ഞാൻ ചിന്തിക്കുന്നത് അതൊന്നുമല്ല. കവിതയെ എന്നും ഞാൻ കണ്ടിട്ടുള്ളത് ഒരു ടൂൾസായിട്ട്. മംഗലശ്ശേരിക്കാർക്കെതിരെ എടുത്തു പ്രയോഗിക്കാനുള്ള നല്ലൊരു ഉപകരണം. ഇന്നവൾ മംഗലശ്ശേരിയിൽ ആരുമല്ലാതായിരിക്കുന്നു. ഏട്ടൻ അവളെ ഭാര്യയായിട്ട് കരുതണമെന്നില്ല. ജീവിതത്തിൽ അവൾക്കൊരിടവും കൊടുക്കണ്ട. പക്ഷേ കവിതയെ കൈവിട്ടുകളയാൻ മാത്രം മണ്ടിയല്ല ഞാൻ. ഗൗരി തന്നെയാ പറയുന്നത്. പുരാണത്തിലെ ശിഖണ്ഡിയുടെ വേഷത്തിലാ ഇപ്പൊ കവിത. ഏട്ടനെ ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? ഞാൻ വാതിൽ തുറക്കാൻ പോവാ.
അവള് പോയിട്ടുണ്ടാവില്ലെന്ന് എനിക്കറിയാം. ഗൗരി, അഭയത്തിനായി എന്റെ വീട്ടുപടിക്കൽ വന്ന ആരെയും ഞാൻ തള്ളിക്കളയില്ല. അകത്തേക്ക് വാ. കഴിഞ്ഞതൊക്കെ നമുക്ക് മറക്കാം. നിന്റെ ഉദ്ദേശം ഏട്ടന്റെ ഒപ്പം ജീവിക്കാനല്ലെന്നും എനിക്കറിയാം. ആര് നിന്റെ കല്യാണം മുടക്കി എന്നതിന് ഉത്തരം ഞാൻ തരാം. എന്റെ മകളുടെ കല്യാണം മുടക്കിയവർ തന്നെയാ അതിന് പിന്നിൽ. ഗൗരി, അത് ഈ പിശാച് ബാധിച്ചവളോട് പറയുന്ന എന്തിനാ? എന്തിന് ഞാനത് മറച്ചു വെക്കണം? ആരെ ഞാൻ സംരക്ഷിക്കണം? കല്യാണം മുടക്കിയത് മറ്റാരുമല്ല, ലച്ചുവാ.